നമ്മളൊരു വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് വരും. ഇതെല്ലാ അഭിപ്രായത്തിനും നമ്മൾ ചെവിയെടുത്താൽ നമുക്ക് ഒരിക്കലും നല്ലൊരു പ്ലാനിലേക്ക് എത്താൻ പറ്റില്ല. നല്ലൊരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് നല്ലൊരു കൺസൾട്ടന്റിനെ സമീപിക്കുക എന്നുള്ളതാണ്. അഥവാ നല്ല അറിവും എക്സ്പീരിയൻസും ഉള്ള ഒരാളെ സമീപിക്കുക. പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ നോക്കുന്നത്. ഒന്ന്, റിക്വയർമെന്റ് എന്താണെന്നുള്ളത്, അഥവാ ക്ലയന്റിന് എന്താണ് റിക്വയർമെന്റ് എന്നുള്ളത്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് വയബിലിറ്റി ആണ്. ഈ പ്ലാൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലോട്ടിൽ ഇത് വയബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ വരുന്നത് ബജറ്റാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ബജറ്റിൽ ഒതുങ്ങുന്ന വീടാണോ ഈ പ്ലാൻ ചെയ്ത് വരുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ കിട്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് വലിയ ബാധ്യതയായി മാറും. പിന്നെ ഉള്ളത് പ്രൈവസിയാണ്. അഥവാ ചില ആളുകൾ ആവശ്യപ്പെടാറ് വീട് വളരെ പ്രൈവറ്റ് ആയിരിക്കണം എന്ന് പറയാം, അതിലുള്ള റൂംസൊക്കെ. അതായത് ഇപ്പോൾ ബെഡ്റൂമൊക്കെ വളരെ പ്രൈവറ്റ് ആണോ, കിച്ചൺ പ്രൈവറ്റ് ആണോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നതാണ് വീട് ഓപ്പൺ ആയിട്ട് വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിൽ ക്ലയൻറ്റിൻ്റെ താല്പര്യം ഏതാണോ അത് നോക്കിയിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ കാര്യം. ഇതിലുള്ള ഓരോ പോയിന്റിനെയും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.